ടി.പി. ചന്ദ്രശേഖരൻ രാഷ്ട്രീയ കൊലപാതക കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി ഇന്ന്. 3 CPIM നേതാക്കൾ ഉൾപ്പെടെ 12 പ്രതികളെ ശിക്ഷിച്ചതിലും 24 പ്രതികളെ വെറുതെ വിട്ടതിന്മേലുള്ള അപ്പീലുകളിലാണ് വിധി. CPIM പ്രതിക്കൂട്ടിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകത്തിലാണ് നിർണായക വിധി. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് രാവിലെ 10:15 വിധി പറയുന്നത്. CPIM വിട്ട് RMP സ്ഥാപിച്ച ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് 2012 മെയ് 4 രാത്രി 10 മണിക്ക്. വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ടി.പി. ചന്ദ്രശേഖരനെ ബോംബെറിഞ്ഞു വീഴ്ത്തി. തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം. പ്രതിപ്പട്ടികയിൽ CPIM നേതാക്കൾ. CPIM-ൽ പ്രത്യയശാസ്ത്ര വ്യതിചലനങ്ങൾ നടക്കുന്നുവെന്നായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ ആക്ഷേപം. തുടർന്ന് 2009 CPIM വിട്ട ടി.പി. ചന്ദ്രശേഖരൻ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ടി.പി. ചന്ദ്രശേഖരനോടുള്ള CPIM-ന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് CPIM വിശദീകരണം മതിയായതായിരുന്നില്ല. CPIM കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ, കടുങ്ങോൻപൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദൻ എന്നിവർ വധഗൂഢാലോചന കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. അപ്പീൽ കാലയളവിൽ ജയിലിൽ കഴിയവേ PK കുഞ്ഞനന്ദൻ മരിച്ചു. കൊലയാളി സംഘാംഗങ്ങളായ MC അനൂപ്, കിർമാണി മനോജ്, NK സുനിൽ, രജീഷ് TK, KK മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ് എന്നിങ്ങനെ 8 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. തെളിവ് നശിപ്പിച്ച കേസിൽ 31-ാം പ്രതി MK പ്രദീപൻ എന്ന ലംബു പ്രദീപന് 3 വർഷമായിരുന്നു ശിക്ഷ. കൊലപാതകത്തിന് പിന്നിൽ CPIM-ന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി ന്യായത്തിൽ നിരീക്ഷിച്ചു. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും PK മോഹനൻ, കാരായി രാജൻ, KK രാഗേഷ് ഉൾപ്പെടെ 24 പ്രതികളെ പല ഘട്ടത്തിൽ വിചാരണ കോടതി വെറുതെ വിട്ടു. 12 പ്രതികളുടെ അപ്പീലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. 24 പ്രതികളെ വിട്ടയച്ചത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും KK രമ MLA-യും നൽകിയ അപ്പീലിലും ഹൈക്കോടതി വിശദമായ വാദം കേട്ടു. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവർ മാസങ്ങളോളം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് രാവിലെ 10:15 വിധി പറയുന്നത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.